സ്നേഹവും കാണിക്കലുണ്ട്, അതിൽ സത്യസന്ധതയുണ്ട്. ആ കൂടിക്കുത്തിരിക്കുന്ന മക്കൾക്കിടയിൽ പരസ്പരം ഒരു ദീനാനുകമ്പ പടരുന്നുണ്ട്. ഇതാണ് സുഫത്തിന്റെ അഖിലുകാർ. സമരമുണ്ട്, പിക്കറ്റ് ഉണ്ട്, സംഘടനാ പ്രവർത്തനമുണ്ട്, മത്സരമുണ്ട്, ബാംഗ്ലൂരുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരമുണ്ട്, സ്ഥാനാർത്ഥിയുണ്ട്, ജയിക്കലുണ്ട്, യുദ്ധമുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് മദീനയിൽ. പക്ഷെ ഈ ടെന്റിൽ, ഈ സുഫത്തിൽ അഥവാ ആ ചെരുവിൽ കയറി കുത്തിരുന്നവര് അബിഅബ്ദുല്ലാഹ് ഏത് യുദ്ധത്തിനാ പോയത്? അബിഅബ്ദുല്ലാഹില്ലേ ഹദീസ് ഇട്ടായിരുന്നു. എന്തോ തിരിഞ്ഞോ? റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന സമ്പ്രദായം മദീനയിൽ ആരുടെ നേതൃത്വത്തിൽ? ക്ലാസ് എടുക്കുന്ന ഗുരു സയ്യിദുനാ റസൂലുള്ളാഹി. സ്കൂൾ ലീഡർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇവിടെ നേരിട്ട് പോകുന്നില്ല ആര്? ഉമറുള്ളാനെ ദേഷ്യം പിടിച്ചില്ല ഒരു ദിവസം. മിമ്പറിന് എന്തെല്ലാം വേണ്ടിയാണ് പട്ടിണി കിടന്നിട്ട് ഒരു നേരം അന്നല്ലാഞ്ഞിട്ട് റളിയല്ലാഹുവിനെ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടുപോട്ടെ മുത്തല്ലിമിനെ എന്ന് കരുതിയിട്ട് കിടന്നു. നിസ്കരിക്കാൻ വരുമ്പോ മിഹ്റാബിന്റെ നേരല്ലേ വരിക. മിഹ്റാബിന്റെ നേരെ മുമ്പിൽ ആര് കിടന്നു? റളിയല്ലാഹു ദേഷ്യം പിടിച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടാൻ നൽകുമ്പോ ഞാനാണ് അബീഹുറൈറയാണ്. എടാ കിടക്കണ്ട പുറത്തല്ല, നിസ്കരിക്കാൻ പറ്റുന്ന കിടക്കുന്നത്. പട്ടിണിയോട് കിടക്കാണ്, ഒന്നും തിന്നിട്ടില്ല. എന്നാല് റളിയല്ലാഹു അൻഹു പട്ടിണിയോട് കിടക്കാനോ ഉമറുല്ലാനോ ഒരു അധ്വാനിച്ച് വരുന്നതിനായി മുരേനെന്നൊരു 10 വരെ മദ്രസയിൽ 10 ശേഷം കിടന്നു തുടങ്ങുക. ഞങ്ങൾക്ക് ആവുമ്പോൾ അധ്വാനിച്ചിട്ട കമ്മിറ്റിക്കാർ പുതിയ അഭിപ്രായതല്ലേ. സവാജി റേഞ്ച് കൂടുമ്പോൾ പലപ്പോഴും ശമ്പളം കൂട്ടണം എന്നിങ്ങനെ തീരുമാനിക്കുമ്പോഴൊക്കെ പറയും മുരാമർക്ക് 10 കേസ് എന്തെങ്കിലും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ അഭിപ്രായം 2 മണിക്കൂർ കൊണ്ട് അത്രക്കല്ലേ കൊടുക്കാനാകൂ അല്ലേ? എല്ലാ അഭിപ്രായങ്ങളും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒറ്റ അഭിപ്രായം ഞാൻ പറയട്ടെ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പണിയെടുത്ത് കഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഗതിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, റസൂലിനൊപ്പം കൂടുന്നുണ്ട്, ഞങ്ങളെ മാതിരി അയക്കൊന്നു വരും. റിയലി ഒരു ലോജിക് യഥാർത്ഥതല്ലേ? മനുഷ്യൻ തിന്ന അവനവന്റെ ജീവിതമാർഗം കണ്ടെത്തുക, ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ഇവിടെ കുത്തി ഇങ്ങനെ പകലും ജമീൻ്റെ ആടാൻ പറയുന്നത് കുത്തിരണ്ട് കാര്യമുണ്ടോ? കമ്മിറ്റിക്കാരൻ്റെ അതേ ഭാഷയിലാര് മറലില്ലാന്നല്ലേ അപ്പൊ കമ്മിറ്റിക്കാരൻ്റെ നല്ല അഭിപ്രായം തന്നെയല്ലോ, പറഞ്ഞല്ലേ ശരി. ഈ 2 തത്വവും കൂടി ഫിലോസഫിയും കൂടി ഇങ്ങോട്ട് മത്സരിച്ചു. അബൂ ഹുറൈറ പോകാണ്ട് പഠിക്കാൻ കുത്തിരിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ